നമസ്കാരം. ടെസ്റ്റ് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഡസിൻഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് ആയ ഹെൽത്ത് ഇൻഫിനിറ്റി എന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനെ പറ്റിയിട്ടാണ്. കൺഫ്യൂഷൻസ് വേണ്ട, റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് ഇൻഡസിൻഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി. റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രവർത്തനം ഈ അടുത്ത് ഇൻഡസിൻഡ് ഇന്റർനാഷണൽ ഹോൾഡിംഗ് ലിമിറ്റഡ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി മുതൽ റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനി അറിയപ്പെടുന്നത് ഇൻഡസിൻഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി എന്നാണ്. ഈ വീഡിയോയിൽ ഹെൽത്ത് ഇൻഫിനിറ്റി പ്ലാനിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, ബെനിഫിറ്റ് ആൻഡ് ഫീച്ചേഴ്സ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഈ പ്ലാൻ നിങ്ങൾക്ക് അനുയോജ്യമാണോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ സാധിക്കും. യു ആർ വാച്ചിങ് ട്രസ്റ്റ് ടോക്ക്. മൈ നെയിം ഈസ് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. കഴിഞ്ഞ 19 വർഷമായി ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ വാർത്തകളും വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ഇൻഫോർമേറ്റീവ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് തിരഞ്ഞെടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി. അതുകൊണ്ട് എ ക്വിക്ക് അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനീസ് ബേസിക് ക്രെഡൻഷ്യൽ. തുടക്കത്തിലെ പറഞ്ഞതുപോലെ തന്നെ റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രവർത്തനം ഇൻഡസിൻഡ് ഇന്റർനാഷണൽ ഹോൾഡിംഗ് ലിമിറ്റഡ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി മുതൽ റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനി അറിയപ്പെടുന്നത് ഇൻഡസിൻഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി എന്നാണ്. ഈ കമ്പനിയുടെ 2023-24 കാലഘട്ടത്തിലെ ICR incurred claim ratios 89.42%, which is fairly good as per the industry standard. ഈ കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ മാർക്കറ്റ് ഷെയർ ഇസ് 2%, വിച്ച് ഇസ് ഫെയർലി ഓക്കെ. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്ലാനിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ടോപ്പ് 3 USP നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ആണ് മോർ കവർ. ഈ ഓപ്ഷൻ വഴി പോളിസിയിലുള്ള ബേസ് സം ഇൻഷുർഡ് കൂടാതെ ഒരു അധിക നിശ്ചിത സം ഇൻഷുർഡ് പരിരക്ഷ കസ്റ്റമറിന് ഈ പോളിസിയിൽ ലഭിക്കുന്നു. ഉദാഹരണത്തിന് മിനിമം സം ഇൻഷുർഡ് ആയ 10 ലക്ഷം എടുക്കുമ്പോൾ അധിക സം ഇൻഷുർഡ് ആയ 3 ലക്ഷം രൂപ കസ്റ്റമർ ലഭിക്കുന്നു. മാക്സിമം സം ഇൻഷുർഡ് ആയ 5 crore എടുക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് കസ്റ്റമറിന് ലഭിക്കുന്നത് 1.5 crore അഡീഷണൽ സം ഇൻഷുർഡ് ആണ്. ദിസ് ഓപ്ഷൻ ഈസ് കോൾഡ് മോർ കവർ. സെക്കൻഡ് USP ആണ് OPD കവറേജ്. കസ്റ്റമറിന് ഔട്ട് പേഷ്യൻ്റ് ആയി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിനുള്ള എക്സ്പെൻസുകൾ, മെഡിസിൻ എക്സ്പെൻസുകൾ എന്നിവ ഒരു നിശ്ചിത സം ഇൻഷുർഡ് വരെ ഈ ഓപ്ഷൻ വഴി കസ്റ്റമറിന് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ നമ്മൾ ഈ വീഡിയോന്റെ അവസാന ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. തേർഡ് USP ആണ് മോർ ഗ്ലോബൽ. കസ്റ്റമേഴ്സിന് വിദേശ രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഡയഗ്നോസ് ചെയ്ത ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സ ചെയ്യാനായിട്ടുള്ള എക്സ്പെൻസുകൾ ഈ ഓപ്ഷൻ വഴി കസ്റ്റമറിന് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. കസ്റ്റമർ എടുത്ത ബേസ് സം ഇൻഷുർഡ് പരിരക്ഷയോ അല്ലെങ്കിൽ മാക്സിമം 50 lakhs വരെയാണ് കസ്റ്റമറിന് ഈ ഓപ്ഷൻ വഴി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി നമുക്ക് ഈ പ്ലാനിൽ ജോയിൻ ചെയ്യാനുള്ള ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാം. പോളിസി ടൈപ്പ് ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ഫ്ലോട്ടർ ഓപ്ഷൻ ഈ പ്ലാനിൽ കസ്റ്റമറിന് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ഫാമിലി ഡെഫിനിഷൻ ആണ്. മാക്സിമം 8 members, 2 adults up to 6 children വരെ ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ഏജ് കാറ്റഗറി ആണ്. ചിൽഡ്രന് 91 day തൊട്ട് 25 ഏജ് വരെയും, അഡൽട്സിന് മിനിമം എൻട്രി ഏജ് 18 വയസ്സും മാക്സിമം എൻട്രി ഏജ് ദർ ഇസ് നോ അപ്പർ ക്യാപ്. നെക്സ്റ്റ് പോയിന്റ് സം ഇൻഷുർഡ് ആണ്. 10 lakhs to 5 crore വരെയുള്ള സം ഇൻഷുർഡ് കസ്റ്റമറിന് ഈ പ്ലാനിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് പോളിസി ടേം ആണ്. 1 year, 2 year, 3 year ടേം പോളിസി ടൈം കസ്റ്റമറിന് ഈ പ്ലാനിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഈ പ്ലാനിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻബിൽറ്റ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലീസ് കീപ് ഓൺ വാച്ചിങ്. ഫസ്റ്റ് പോയിന്റ് ആണ് റൂം റെന്റ്. റൂം റെന്റ് ദർ ഇസ് നോ ക്യാപ്പിംഗ് ഹിയർ. എനി റൂം കാറ്റഗറി കസ്റ്റമറിന് ഈ പ്ലാനിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ്. ദാറ്റ് ഈസ് ഓൾസോ കവേർഡ് 90 and 180 days. നെക്സ്റ്റ് പോയിന്റ് ആയുഷ് എക്സ്പെൻസുകൾ, ആയുർവേദ, യോഗ, സിദ്ധ ഹോമിയോപ്പതി എക്സ്പെൻസുകൾ, ഡോണർ എക്സ്പെൻസുകൾ, ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് ഡേ കെയർ പ്രൊസീജിയേഴ്സ് അപ് ടു സം ഇൻഷുർഡ് വരെ ഈ പ്ലാനിൽ കവർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ആണ്. ഇൻ കേസ് ഒരു പോളിസി പീരീഡ് കസ്റ്റമറിന്റെ ബേസ് സം ഇൻഷുർഡ് എക്സോസ്റ്റ് ആകുന്ന അവസ്ഥയിൽ ഓട്ടോമാറ്റിക്കായിട്ട് 100% സം ഇൻഷുർഡ് ഈ പ്ലാനിൽ റീസ്റ്റോർ ആകുന്നതാണ്. ദാറ്റ് ഈസ് ഓൺലി ലിമിറ്റഡ് ഫോർ അൺറിലേറ്റഡ് ഇൽനസ് ഓർ ഇഞ്ചുറി. നെക്സ്റ്റ് പോയിന്റ് ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് ആണ്.
ടിൻ ഷെയറിങ്ങും മൾട്ടി ഷെയറിങ്ങുമാണ് കസ്റ്റമർ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് ഈ പ്ലാനിൽ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓർ മോഡേൺ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസുകൾ അപ് ടു 100% ഓഫ് സം ഇൻഷുർഡ് ഈ പ്ലാനിൽ കവർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, ആംബുലൻസ് കവർ ആണ്. ദാറ്റ് ഈസ് ഓൾസോ കവേർഡ് അപ് ടു 100% ഓഫ് സം ഇൻഷുർഡ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്ലാനിലുള്ള ഓപ്ഷണൽ റൈഡറുകളെയാണ്. എന്താണ് ഓപ്ഷണൽ റൈഡറുകൾ? കസ്റ്റമറിന് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് അധിക പ്രീമിയം കൊടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്ന അധിക ഫീച്ചറുകളെയാണ് ഓപ്ഷണൽ റൈഡറുകൾ എന്ന് പറയുന്നത്. ഈ പ്ലാനിലുള്ള ഓപ്ഷണൽ റൈഡറുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓപ്ഷണൽ റൈഡർ ആണ് ലിമിറ്റ്ലെസ് കവർ. കൺസ്യൂമർ എക്സ്പെൻസ് ആൻഡ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഈ ഓപ്ഷൻ വഴി കസ്റ്റമറിന് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, മെഡിക്കൽ എക്യുപ്മെന്റ് കവർ ആണ്. ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ്സ് മേടിക്കുന്നതിനുള്ള എക്സ്പെൻസുകൾ അപ് ടു 5% ഓഫ് സം ഇൻഷുർഡ് സബ്ജക്ട് ടു മാക്സിമം ഓഫ് 2.5 lakhs. അത് സ്മോൾ മെഡിക്കൽ എക്യുപ്മെന്റ്സിനാണെങ്കിൽ 1% ഓഫ് സം ഇൻഷുർഡ് സബ്ജക്ട് ടു മാക്സിമം 20,000 വരെ ഈ ഓപ്ഷൻ വഴി കസ്റ്റമറിന് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷനാണ് സൂപ്പർ റീചാർജ്. കസ്റ്റമറിന് എൻഡ് ഓഫ് ഈച്ച് പോളിസി ഇയറിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ബേസ് സം ഇൻഷുറിൻ്റെ 20%ഓ അപ് ടു 33.33% വരെ അഡീഷണൽ ആയിട്ട് ബോണസ് ആയിട്ട് ഈ ഓപ്ഷൻ വഴി കസ്റ്റമറിന് ലഭിക്കുന്നതാണ്. ദാറ്റ് ഈസ് സൂപ്പർ റീചാർജ്. നെക്സ്റ്റ് ഓപ്ഷനാണ് OPD കവറേജ്, ഔട്ട് പേഷ്യൻറ്റ് എക്സ്പെൻസ് കവറേജുകൾ. കസ്റ്റമേഴ്സിന് ഔട്ട് പേഷ്യൻ്റ് ആയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് എക്സ്പെൻസുകൾ ഈ ഓപ്ഷൻ വഴി കസ്റ്റമറിന് റീഇംബേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 പ്ലാനുകളാണ് ഈ ഓപ്ഷനിൽ വരുന്നത്. പ്ലാൻ എ ചൂസ് ചെയ്യുകയാണെങ്കിൽ 10,000 to 20,000 വരെയുള്ള എക്സ്പെൻസുകളും, പ്ലാൻ ബി ആണ് ചൂസ് ചെയ്യുന്നെങ്കിൽ 25,000 to 50,000 വരെയുള്ള എക്സ്പെൻസുകളും കസ്റ്റമറിന് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് ആസ് ആൻ OPD എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഡബിൾ കവർ ആണ്. ദാറ്റ് മീൻ കസ്റ്റമർ എടുക്കുന്ന ബേസ് സം ഇൻഷുർഡ് എത്രയാണോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു അഡീഷണൽ സം ഇൻഷുർഡ് ഡബിൾ കവർ എന്ന ഓപ്ഷൻ വഴി കസ്റ്റമറിന് ഈ ഓപ്ഷൻ വഴി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ റൂം മോഡിഫയർ ആണ്. ഈ പ്ലാനിൽ ഇൻബിൽഡ് ആയിട്ട് കസ്റ്റമറിന് എനി റൂം കാറ്റഗറിയാണ് വരുന്നത്. അത് കസ്റ്റമറിന് ടിൻ ഷെയറിംഗ് റൂമോ മൾട്ടി ഷെയറിംഗ് റൂമോ ആയിട്ട് ഓപ്റ്റ് ചെയ്തിട്ട് എക്സ്പെൻസുകൾ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ വോളണ്ടറി അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ ആണ്. ദിസ് ഈസ് ആൻ ഓപ്ഷൻ ഫോർ റെഡ്യൂസിങ് ദ കസ്റ്റമർ പ്രീമിയം. കസ്റ്റമറിന് 10,000 25,000 അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ ചൂസ് ചെയ്യുന്നത് വഴി കസ്റ്റമറിന്റെ ടോട്ടൽ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ഈ ഓപ്ഷൻ വഴി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷണൽ റൈഡർ മെറ്റേണിറ്റി കവറേജ് ആണ്. മെറ്റേണിറ്റി ഇതിൻ്റെ അകത്തൊരു ഓപ്ഷണൽ റൈഡർ ആയിട്ടാണ് വരുന്നത്. കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് 1 lakh 2 lakh മെറ്റേണിറ്റി എക്സ്പെൻസുകൾ ഓപ്ഷനുകൾ ഈ പ്ലാനിൽ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡ് റിഡ്യൂസ് ഓപ്ഷനാണ്. നോർമൽ മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡ് ഓപ്ഷൻ 2 years ആണ് വരുന്നത്. അത് 1 year ആയിട്ട് കസ്റ്റമറിന് ഈ ഓപ്ഷൻ വഴി റിഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, ന്യൂ ബോൺ ബേബി ആൻഡ് വാക്സിനേഷൻ കവറാണ്. വാക്സിനേഷൻ എക്സ്പെൻസ് ആയി അപ് ടു 1 lakh വരെ കസ്റ്റമറിന് ഈ ഓപ്ഷൻ വഴി ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ റിഡക്ഷൻ ഇൻ സ്പെസിഫിക് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ് ആണ്. നോർമൽ സ്പെസിഫിക് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ് 24 months ആണ്. അത് 12 മാസമായിട്ട് ഈ ഓപ്ഷൻ വഴി കസ്റ്റമറിന് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ ചേഞ്ച് ഇൻ പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ് ആണ്. നിലവിലുള്ള അസുഖങ്ങൾക്ക് നോർമൽ വെയിറ്റിംഗ് പീരീഡ് 36 മാസമാണ്. ഈ ഓപ്ഷൻ വഴി കസ്റ്റമറിന് അത് 24 മാസമായിട്ടോ 12 മാസമായിട്ടോ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് മോർ കവർ ആണ്. മോർ കവർ നമ്മൾ തുടക്കത്തിൽ ഫസ്റ്റ് USP ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ ബേസ് സം ഇൻഷുർഡ് എടുക്കുന്നത് 10 ലക്ഷം ആണെങ്കിൽ അഡീഷണൽ ഒരു 3 ലക്ഷം രൂപ ഈ പ്ലാനിൽ ഈ ഓപ്ഷൻ വഴി നമുക്ക് ലഭിക്കുന്നതാണ്. 15 lakhs ആണെങ്കിൽ 5 lakhs ആൻഡ് 5 CR ആണെങ്കിൽ 1.5 CR വരെയുള്ള അധിക സം ഇൻഷുർഡ് തുക മോർ കവർ എന്ന ഓപ്ഷൻ വഴി കസ്റ്റമറിന് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് മോർ ടൈം ആണ്. ദാറ്റ് മീൻസ് കവറേജ് ദാറ്റ് സ്റ്റേറ്റ്സ് ഫോർ ലോങ്ങർ. 12 മാസമാണ് നോർമൽ ഒരു പോളിസിയുടെ കാലാവധി ആണെങ്കിൽ അത് 13 മാസമായിട്ട് ഈ ഓപ്ഷൻ വഴി കസ്റ്റമറിന് ലഭിക്കുന്നതാണ്. ഈവൻ കസ്റ്റമർ ഓപ്റ്റ് ചെയ്യുന്നത് 24 മാസമാണെങ്കിൽ അത് 2 മാസം എക്സ്ട്രാ 26 മാസമായിട്ട് കസ്റ്റമറിന് ഈ പോളിസിയുടെ കാലാവധി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദാറ്റ് ഈസ് മോർ ടൈം. നെക്സ്റ്റ് ഓപ്ഷൻ മോർ ഗ്ലോബലാണ്. ദാറ്റ് ഈസ് ഓൾസോ വി ഡിസ്ക്ലോസ്. കസ്റ്റമറിന് ഗ്ലോബലായിട്ട് വരുന്ന എമർജൻസി എക്സ്പെൻസുകളോ പ്ലാൻഡ് ട്രീറ്റ്മെൻറ്റുകളോ അപ് ടു 50 lakhs വരെ മോർ ഗ്ലോബൽ എന്ന ഓപ്ഷൻ വഴിയിട്ട് കസ്റ്റമറിന് ലഭിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പ്ലാനിൻ്റെ പ്രീമിയമാണ്. പ്രീമിയം ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഏജ് കാറ്റഗറി 26-22 വയസ്സുള്ള ഒരു ഫാമിലിക്ക് ഫ്ലോട്ടർ ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ സം ഇൻഷുർഡ് 10 lakhs. റൈഡർ ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നത് ലിമിറ്റ്ലെസ് കവർ പ്ലസ് മെറ്റേണിറ്റി 1 lakh എക്സ്പെൻസസ് വിത്ത് എ വെയിറ്റിംഗ് പീരീഡ് ഓഫ് 2 years.
പ്ലസ് സിംഗിൾ പ്രൈവറ്റ് എ സി റൂം മോഡിഫിക്കേഷനും നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റൈഡേഴ്സായിട്ട് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടേം ഫോർ 3 years 3 വർഷത്തെ പ്രീമിയം നമ്മൾ ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ 3 years പ്രീമിയം ഇൻക്ലൂഡിങ് GST വരുന്നത് ജസ്റ്റ് 41,957 rupees ആണ്. അത് 1 year റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഡിവൈഡ് ബൈ 3, ദാറ്റ് ഈസ് 13,985 rupees. മെറ്റേണിറ്റി ഓഫർ ചെയ്യുന്ന പ്ലാനുകളിൽ ഈ ഹെൽത്ത് ഇൻഫിനിറ്റി എന്ന പ്ലാൻ ഓഫർ ചെയ്യുന്ന വൺ ഓഫ് ദ ലോവസ്റ്റ് റേറ്റ് ആണ് ഇൻ ദ ഇൻഡസ്ട്രി. ഹിയർ കംസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇൻഡസ്ഇൻഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുത്ത് കഴിഞ്ഞ റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റായ ഹെൽത്ത് ഇൻഫിനിറ്റി എന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്കും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തന്നെയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഫീച്ചറുകളും ഒരു പരിധിവരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഈ പ്ലാനിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതോ വാട്സപ്പ് ചെയ്യാവുന്നതോ ആണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ: ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റോ പ്ലാനോ ചൂസ് ചെയ്യുന്നതിന് മുമ്പും ആ പ്രോഡക്റ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റോക്ക് എന്ന ഈ ഇൻഫോർമേറ്റീവ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻ റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്, സനോജ് ലാൽ.